Uh, yeah. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എക്ലിപ്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യും. ഇപ്പോൾ ജാവ പ്രോഗ്രാം ചെയ്യാനാണെങ്കിൽ കൂടി എക്ലിപ്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ അത് ജാവ പ്രോഗ്രാം റൺ ചെയ്യാം. അപ്പോൾ എക്ലിപ്സ് എങ്ങനെ ആക്ച്വലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്ലിപ്സ് ആക്ച്വലി എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ക്രോം എടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് എക്ലിപ്സ് ജാവ ഡൗൺലോഡ് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്, നമുക്ക് കയറി നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ പുതിയ പാക്കേജ് അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അപ്പം അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് എക്ലിപ്സ് IDE ഫോർ ജാവ ഡെവലപ്പർ, എക്ലിപ്സ് IDE ഫോർ എന്റർപ്രൈസ് ജാവ ആൻഡ് വെബ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ അങ്ങനത്തെ കുറേയധികം കാര്യങ്ങൾ, പിന്നെ സിക്ക് വേണ്ടിയിട്ട് എക്ലിപ്സ് ആക്ച്വലി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്റർപ്രൈസസ് ഞാൻ എന്തായാലും ഇപ്പോൾ ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിൻഡോസ് 64, അതുപോലെ 32 കൊടുത്തിട്ടുണ്ട്, മാക്കിന് കൊടുത്തിട്ടുണ്ട്, ലിനക്സിന് കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ എൻ്റെത് വിൻഡോസ് 64 ആയതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഈ ഒരു ഇത് എടുക്കുന്ന പാക്കേജ് എടുക്കുന്നത് 64 എടുക്കാം. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. നമുക്കിപ്പോൾ എന്തായാലും ഡൗൺലോഡ് എടുക്കാം. ഇപ്പോൾ ഇവിടെ എന്തായാലും ഡൗൺലോഡിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ ഇതിൽ ആക്ച്വലി ഇപ്പോൾ ഏകദേശം 516 MB ആണ് ഉള്ളത്. ഞാൻ ആക്ച്വലി എക്ലിപ്സ് ഡൗൺലോഡ് ചെയ്ത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഞാൻ ഡൗൺലോഡ് ആക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾ ഈ ഒരു EXE ഫയൽ, സിപ്പ് ഫയൽ ആക്ച്വലി നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. സോ ഡൗൺലോഡ് ചെയ്തത് കിടപ്പുണ്ട്. സോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആ ഫയലിലേക്ക് പോവാം. ഞാൻ ആക്ച്വലി നേരത്തെ യൂസ് ചെയ്തുകൊണ്ട് കിടപ്പുണ്ട്. എക്ലിപ്സ് യാ എക്സാക്ട്ലി ഇതാണ് ആ ഒരു ഡൗൺലോഡ് ഫയൽ. അപ്പോൾ നമുക്ക് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, എക്സ്ട്രാക്ട് ഓൾ നമുക്ക് കൊടുക്കാം. സോ എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരു എക്സ്ട്രാക്ട് കിടപ്പുണ്ടാവും, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പുതിയൊരു പേരിലായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ഇപ്പോൾ ഇതാണ് ആക്ച്വലി എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫയലാണിത്. അപ്പോൾ ഇത് ആക്ച്വലി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്താൽ മതിയാവും. സോ സക്സസ്ഫുള്ളി എക്ലിപ്സ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ